ഇപ്പോൾ ഒരു റോഡ് കൺസ്ട്രക്ഷൻ ചെയ്തപ്പോൾ അതിലേക്ക് ഡൈവേർട്ട് ചെയ്യും. ഇപ്പം ULTS ATS ആവട്ടെ, പിന്നെ സൈബർ പാർക്കാവട്ടെ, വൈവിധ്യവൽക്കരണം എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. അതിന് എങ്ങനെയാണ് അതിൻ്റെ ഒരു വിഷൻ കണ്ടിട്ടായിരുന്നു ചെയ്തിരുന്നത്? ഞാൻ 1995 പ്രസിഡൻ്റായത്. 84 തൊട്ട് ഞാൻ അവിടെ ഉണ്ട്. 95 പ്രസിഡൻ്റായതിനു ശേഷം 2008 ആകുമ്പോഴേക്കും മലയാളികൾ എന്ന് പറയുന്ന തൊഴിലാളികൾ ഇല്ലാതെയായി, തീരെ ഇല്ലാതായി. 2005 മുതൽ തന്നെ അപ്പം തന്നെ ഞങ്ങൾ ആലോചിച്ചു, ഇനി ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറയുന്നത് ഒന്നില്ലാണ്ടാവും. അപ്പോൾ ജോലിക്ക് വരുന്നത് മുഴുവൻ സൊസൈറ്റീൻ്റെ തൊഴിലാളികളുടെ മക്കളായാലും പുറത്തുനിന്നും വരുന്നത് വിദ്യാഭ്യാസമുള്ളവരാണ്. എല്ലാമായി ക്വാളിഫിക്കേഷനിൽ എൻജിനീയറിങ് കഴിഞ്ഞതും മറ്റ് PG കഴിഞ്ഞതും അങ്ങനെ ഒരുപാട് ഇതിലുള്ള കുട്ടികളാണ് വരുന്നത്. അപ്പം അവർക്ക് എന്ത് തൊഴിൽ കൊടുക്കും? അപ്പോൾ പുതിയ മേഖല കണ്ടുപിടിക്കണം. തൊഴിലാളികൾ വരുന്നുമില്ല, അതിന് പുതിയ തലമുറക്ക് എന്ത് ജോലി കൊടുക്കും? അപ്പോഴാണ് ഇങ്ങനെ നമ്മളെ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പൊള്യൂഷൻ ഭയങ്കരമാണല്ലോ, അല്ലെങ്കിൽ ഈ പ്രകൃതി സ്നേഹികളും അത് ശരി തന്നെയാണ്. നമ്മളെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണല്ലോ, വളരെ നേരോ ആയിട്ടുള്ളൊരു ഇതായതുകൊണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഇന്ന് ഏറ്റവും വിദ്യാഭ്യാസമുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് IT മേഖലയാണ് ഏറ്റവും നല്ലത്. പക്ഷേ IT ആയിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. വെറും മലയാളത്തിൽ പറയുകയാണെങ്കിൽ നിരത്ത് പണിക്കാരെന്ന് പറയുന്നത്, കുറച്ചും കൂടി പറഞ്ഞാൽ റോഡ് വർക്കായി, പിന്നെ ഇപ്പം കൺസ്ട്രക്ഷൻ വർക്കറായി, ഇപ്പം അത് ഇൻഫ്രാസ്ട്രക്ചർ ആയി, ഇപ്പം IT ആയി. ആ പറയുന്ന ആദ്യത്തെ വാക്കിൽ ഉള്ള സമയത്താണ് ഇത് ആലോചിക്കുന്നത്. ഈ പറഞ്ഞ നേരത്തെ ടീം വർക്കും നമ്മൾ ചെയ്യുന്ന ഉദ്ദേശം ഗുരുദേവൻ്റെ ആശയപ്രകാരം മൂല്യശോഷണമില്ലാതെ പോകുന്നതുകൊണ്ടും മാത്രം അതിനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കും എന്ന് തന്നെ സത്യസന്ധമായിട്ട് പറയുന്നത്. പ്രൊഫഷണൽസിനെ അത്തരം മേഖലകളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയതാണോ അവിടെ ഒരു വിജയമായിട്ട് താങ്കൾ? അല്ല, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനെന്ന് പറയുന്ന ബിഗ് സീറോ തന്നെ. പക്ഷേ ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ 9 ആണെങ്കിൽ ഞാൻ 0. 9ൻ്റെ ഇപ്പുറം 0 ഇട്ടാൽ 90 ആയി. അപ്പം വാല്യൂ കൂടിയില്ലേ? അതുപോലെയാണ് നമുക്കറിയാത്ത ഫീൽഡിൽ നമുക്കറിയാവുന്ന ആളെ അഡ്വൈസ് വാങ്ങിക്കുക എന്നുള്ളത്. നമുക്ക് ഈഗോ ഇല്ലാതെ നമ്മൾ അത് എഡ്യൂക്കേഷനായാലും IT ആയാലും കാർഷിക മേഖലയിലായാലും അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ്റെ മേഖലയിൽ ഏത് മേഖലയിലും നമുക്കൊന്നും അറിയില്ല. നല്ല എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ നല്ല യോഗ്യതയുള്ള ആൾക്കാരെ കൂട്ടുപിടിച്ച് ഇതാണല്ലോ ഈസി ആയിട്ട് നടക്കുന്നത്. അപ്പോൾ അതിന് ലോകത്ത് ഇഷ്ടംമാതിരി ആളുടെ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ.